ഓം ശാന്തി 13/6/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ആദ്യം ഓരോരുത്തർക്കും ഈ മന്ത്രം ഊട്ടി ഉറപ്പിക്കണം. നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയിലൂടെയാണ് പാപം നശിക്കുന്നത്. ഈ കലിയുഗ അവസാനത്തിൽ ഓരോ ആത്മാവും പാപാത്മാവായി മാറിയിരിക്കുകയാണ്. ഈ പാപമെല്ലാം 2 രീതിയിൽ മാത്രമേ തീർക്കാൻ സാധിക്കുള്ളൂ. ഒന്നാണ് ശിക്ഷകളിലൂടെ, പലതരത്തിലുള്ള മനപ്രയാസങ്ങളിലൂടെ, ശരീരത്തിൻ്റെ രോഗത്തിലൂടെ എന്നിങ്ങനെ പലതരത്തിലും ശിക്ഷകൾ അനുഭവിക്കാം. രണ്ടാമത്തെ മാർഗമാണ് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ, ഈശ്വരനെ ഓർമ്മിക്കുന്നതിലൂടെ. എന്നാൽ ലോകത്തിലുള്ളവർ ഏതെങ്കിലും ശരീരധാരിയെയാണ് ഈശ്വരനെന്ന് കരുതി ഓർമ്മിക്കുന്നത്. അതിലൂടെ പാപം നശിക്കുന്നില്ല. എന്നാൽ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഈ ശരീരത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളിൽ നിന്നും വേറിട്ട് പരമാത്മാവിനെ ഓർമ്മിക്കണം. ആ ഓർമ്മയിലൂടെയാണ് പാപം നശിക്കുന്നത്. ഈ ഒരു കാര്യം ലോകത്തിലുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. അത് നന്നായി ഊട്ടി ഉറപ്പിക്കുകയും വേണം. ചോദ്യം: സത്യമായ സേവനം എന്താണ്? അത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണ്. ഉത്തരം: ഭാരതം പതിതമായിരുന്നത് പാവനമാക്കിയെടുക്കുക. ഇതാണ് സത്യമായ സേവനം. ലോകർ ചോദിക്കുന്നു, നിങ്ങൾ ഭാരതത്തിൻ്റെ എന്ത് സേവനമാണ് ചെയ്യുന്നത്? നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ, നമ്മൾ ശ്രീമത്ത് അനുസരിച്ച് ഭാരതത്തിൻ്റെ ആ ആത്മീയ സേവനമാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഭാരതം ഡബിൾ കിരീടധാരി ആകുന്നു. ഭാരതത്തിൽ ഉണ്ടായിരുന്ന ശാന്തിയും സമൃദ്ധിയും അത് നമ്മൾ സ്ഥാപിക്കുകയാണ്. സത്യമായ സേവനം എന്താണെന്ന് ബാബ പറഞ്ഞു തരികയാണ്. പതീതമായതിനെ പാവനമാക്കുക, ഇത് സേവനമാണ്. ഏറ്റവും ഉയർന്ന സേവനമാണ്. അതും നമ്മൾ ആത്മാക്കൾ സ്വയം നമ്മളെ മാത്രമല്ല പതീതത്തിൽ നിന്നും പാവനമാക്കുന്നത്, ഭാരതത്തെയാണ്. ഈ ഭാരതഭൂമി എന്നത് അവിനാശിയായ ഭൂമിയാണ്. ഈ ഭൂമിയിലാണ് സ്വയം ഭഗവാൻ അവതരിക്കുന്നത്. ഈ ഭൂമിയിലാണ് സത്യത്രേതായുഗങ്ങളും ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഭൂമി തന്നെയാണ് പിന്നെ പതീതമായി തീരുന്നതും. ഏറ്റവും പതീതമാകുന്നതും ഭാരതഭൂമി തന്നെയാണ്. ഇങ്ങനെയുള്ള ഭാരതത്തിൻ്റെ സത്യമായ സേവനമെന്നത് നാം പവിത്രമാകുക എന്നതാണ്. നാം എത്രത്തോളം പവിത്രമാകുന്നുവോ അതിൻ്റെ ശക്തിയിലൂടെ ഈ ഭാരതവും പവിത്രമായി മാറുന്നു. നമ്മൾ ആത്മാക്കൾ സ്വയവും പവിത്രമാകുന്നു. മറ്റുള്ള ആത്മാക്കൾക്കും പവിത്രമാകുന്നതിനുള്ള സേവനം ചെയ്യുന്നു. ഇതിലൂടെ പവിത്രതയുടെ ശക്തി ഈ ഭൂമിയിൽ പകരുകയാണ്. ഇതിലൂടെ ഭാരതം ഡബിൾ കിരീടധാരി, ഇരട്ട കിരീടധാരി ആകുന്നു. ഒന്ന് രത്നജഡിതമായ ചക്രവർത്തി പദവിയുടെ കിരീടമാണ്. മറ്റേത് പവിത്രതയുടെ കിരീടമാണ്. ഭാരതം ഏറ്റവും ഉയർന്ന ശ്രേഷ്ഠമായ ദേശമായിത്തീരുന്നു. ഒപ്പം പവിത്രവും ആയിത്തീരുന്നു. ഈ ഭാരതത്തിലാണ് ശാന്തിയും സമൃദ്ധിയും ഉണ്ടായിരുന്നത്. അത് പിന്നെയും സ്ഥാപിക്കുകയാണ്. ഈ സേവനം മറ്റാർക്കും ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. ബാബ നമ്മൾ കുട്ടികളിലൂടെ ചെയ്യിക്കുകയാണ്. ഇതിനെയാണ് സത്യമായ സേവനം എന്ന് പറയുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. അതീന്ദ്രിയ സുഖം അനുഭവിക്കുന്നതിന് ഉള്ളിൽ ബാബ ബാബ എന്ന അലകൾ വന്നുകൊണ്ടിരിക്കണം. വാശിയിലൂടെയല്ല, രുചിയോടെ ബാബയെ നടക്കുമ്പോഴും തിരിയുമ്പോഴും ഓർമ്മിക്കണം. ബുദ്ധി എല്ലാ വശത്തിൽ നിന്നും മാറ്റി ഒന്നിൽ യോജിപ്പിക്കണം. 2. ഏതുപോലെ ബാബ സ്നേഹസാഗരമാണോ, ഇതുപോലെ ബാബയ്ക്ക് സമാനം സ്നേഹസാഗരമാകണം. എല്ലാവരിലും ഉപകാരം ചെയ്യണം.
ബാബയുടെ ഓർമ്മയിലിരിക്കണം. എല്ലാവർക്കും ബാബയുടെ ഓർമ്മ നൽകണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ബാബ ബാബ എന്ന അലകൾ അലയടിച്ചുകൊണ്ടിരിക്കണം. ഇതിലൂടെ ഏതുപോലെ സ്ഥൂല സാഗരത്തിന്റെ അടുക്കൽ പോകുമ്പോൾ സുഖം അനുഭവിക്കുന്നു, ശാന്തി അനുഭവിക്കുന്നു, വിശാലത അനുഭവിക്കുന്നു, അതുപോലെ നമ്മൾക്കും എവിടെ നിൽക്കുകയാണെങ്കിലും സുഖത്തിന്റെ അനുഭൂതി ഉണ്ടാകും. ഇത് സാധാരണ സുഖമല്ല, അതീന്ദ്രിയ സുഖമാണ് അനുഭവിക്കുന്നത്. നമ്മൾ ഒരു നിയമം വെച്ച് വാശിയോടെയല്ല, രുചിയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെയാണ് ബാബയെ എപ്പോഴും ഓർമ്മിക്കേണ്ടത്. ബുദ്ധി എല്ലാ വശത്തിൽ നിന്നും മാറ്റി ഒരേ ഒരു ബാബയെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ എല്ലാത്തിൽ നിന്നും ലഭിക്കുന്ന സുഖം ഒരു ബാബയിൽ നിന്ന് ലഭിക്കും. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബ എല്ലാവരിലും ഉപകാരം ചെയ്യുന്നു. എല്ലാവരും അറിവില്ലാത്തത് കാരണമായാലും ബാബയെ അപമാനിക്കുകയാണ് ചെയ്തത്, അപകാരമാണ് ചെയ്തത്. എന്നാൽ ബാബ സ്നേഹസാഗരനാണ്. അതിനാൽ എല്ലാവർക്കുമേലും ബാബ ഉപകാരം ചെയ്യുന്നു. ഇതുപോലെ ബാബയ്ക്ക് സമാനം സ്നേഹസാഗരമാകണം. ബാബയുടെ ഓർമ്മയിൽ തന്നെ നാം ഇരിക്കണം. മറ്റുള്ളവർക്കും ബാബയുടെ ഓർമ്മ നൽകിക്കൊണ്ടിരിക്കണം. വരദാനം: ശാന്തിയുടെ ശക്തിയുടെ മാർഗങ്ങളിലൂടെ വിശ്വത്തിൽ ശാന്തിയുണ്ടാക്കുന്ന ആത്മീയ ശസ്ത്രധാരിയായി ഭവിക്കട്ടെ. ശാന്തിയുടെ ശക്തിയുടെ മാർഗമാണ് ശുഭസങ്കല്പം, ശുഭഭാവന, നയനങ്ങളുടെ ഭാഷ. ഏതുപോലെ വായിലൂടെയുള്ള ഭാഷയിലൂടെ ബാബയുടെയും രചനയുടെയും പരിചയം നൽകുന്നു, ഇതുപോലെ ശാന്തിയുടെ ശക്തിയുടെ ആധാരത്തിൽ നയനങ്ങളുടെ ഭാഷയിലൂടെ, നയനങ്ങളിലൂടെ ബാബയുടെ അനുഭവം ചെയ്യിപ്പിക്കാൻ സാധിക്കും. സ്ഥൂല സേവനത്തിന്റെ സാധനങ്ങളെക്കാളും സൈലൻസിന്റെ ശക്തി അതിശ്രേഷ്ഠമാണ്. ആത്മീയ സേനയുടെ ഇത് വിശേഷ ആയുധമാണ്. ഈ ആയുധത്തിലൂടെ അശാന്തമായ വിശ്വത്തെ ശാന്തമാക്കാൻ സാധിക്കും. മുഴുവൻ വിശ്വത്തിലും ശാന്തി പരത്തുന്നതിന് ശുഭസങ്കല്പം, ശുഭഭാവന, നയനങ്ങളുടെ ഭാഷ ഇവയെ ഉപയോഗിക്കണം. സ്ഥൂലമായ സേവനം ചെയ്യുന്നതിന് പല മാർഗങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമാണ് സൈലൻസിന്റെ ശക്തി. ഈ സൈലൻസിന്റെ ശക്തിയിലൂടെ, നയനങ്ങളിലൂടെ ബാബയുടെ അനുഭവം മറ്റുള്ളവർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു സൈലൻസിന്റെ ശക്തി ആത്മീയ സേനയുടെ വിശേഷപ്പെട്ട ആയുധമാണ്. ഇതിലൂടെ മുഴുവൻ ലോകത്തിലും ശാന്തി സ്ഥാപിക്കാൻ സാധിക്കും. സ്ലോഗൻ: നിർവിഘ്നരായിരിക്കുക, നിർവിഘ്നരാക്കുക. ഇതാണ് സത്യമായ സേവനത്തിന്റെ തെളിവ്. നാം സ്വയം വിഘ്നങ്ങളിൽ പെടരുത്. വിഘ്നങ്ങൾ തീർച്ചയായും വരും. എന്നാൽ അവയെ സഫലതയിലേക്കുള്ള പടിയാണെന്ന് കരുതി അതിനെ മറികടക്കുകയാണ് വേണ്ടത്. ഇപ്രകാരം നാം സ്വയം നിർവിഘ്നരാകണം, മറ്റുള്ളവരെയും നിർവിഘ്നരാക്കണം. ഇതുതന്നെയാണ് സത്യമായ സേവനം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവ്. ഓം ശാന്തി.